ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സേഫ്റ്റി ആക്സസറീസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് എന്ന ടോപ്പിക്കാണ്. അതായത് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സേഫ്റ്റി ആക്സസറീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ ഒരു വെൽഡ് ചെയ്യുന്നൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ വെൽഡ് ചെയ്യുന്ന വ്യക്തി ഒരുപാട് സേഫ്റ്റി ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം ഡിവൈസുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഒരു പോസ്റ്റർ കാണിക്കാം. സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള കാർട്ടൂൺ അത് യൂസ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള സേഫ്റ്റി ഡിവൈസുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വെൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസുകളാണ് ചിത്രത്തിൽ ഓരോന്നായിട്ട് കാണിച്ചിട്ടുള്ളത്. വെൽഡിംഗ് മാസ്ക്, ഗ്ലൗസ്, പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്, റെസ്പിറേറ്റർ. ഇതൊക്കെ എന്താണ്, വെൽഡിങ്ങിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസുകളാണ്. വെൽഡിംഗ് മാസ്ക്, ഗ്ലൗസ്, പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, റെസ്പിറേറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ് ദ വെൽഡർ ഈസ് എക്സ്പോസ്ഡ് ടു ഹസാർഡ് ഇഞ്ചുറി ഡ്യൂ ടു ഹാംഫുൾ റേസ്, അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ് ഓഫ് ദ ആർക്ക്. എന്താണ് പറയുന്നത്? ആർക്ക് വെൽഡിംഗ് നടക്കുന്ന സമയത്തിൽ, ആർക്ക് വെൽഡിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്ക് വെൽഡിംഗ് നടക്കുന്ന സമയത്തിൽ വെൽഡർമാരുടെ കണ്ണുകൾക്കൊക്കെ ഈ ഹാംഫുൾ റേ, അതായത് ദോഷകരമായിട്ടുള്ള അൾട്രാവയലറ്റും ഇൻഫ്രാറെഡ് റേ രശ്മികൾ കണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ചൂട് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഡിവൈസുകൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കൊക്കെ ഏൽക്കാനുള്ള സാധ്യത എന്താണ്, വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ബൂട്ട്, നല്ല സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് ഇൻഡസ്ട്രിയൽ ബൂട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് സേഫ്റ്റി ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഹീറ്റ് വളരെയധികം കൂടുതലായ കാരണവും ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലായ കാരണവും നമ്മൾ സേഫ്റ്റി ഡിവൈസുകൾ എന്തായാലും വെൽഡിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കണം. അപ്പോൾ നോക്കാം, ഇതിപ്പോൾ ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി ഏപ്രൺ അതുപോലെ ഗ്ലൗസ് എല്ലാം ധരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആർക്ക്, ആ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ആർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐന് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല സേഫ്റ്റി ഡിവൈസുകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ആർക്ക് വെൽഡിങ് നടക്കുമ്പോൾ ഈ തെറിച്ച് പോകുന്ന ഈ സ്പാറ്റേഴ്സൊക്കെ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കാരണം പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇയാൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലോത്തിങ്, ഏപ്രൺ എന്നുള്ള ഒരു ക്ലോത്തിങ് യൂസ് ചെയ്തിട്ടുണ്ട്. സെൽഫ് പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കാം, ഇതും ഒരു ആർക്ക് വെൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആർക്ക് എത്ര ദൂരത്തോളം തെറിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അത് കണ്ണിലേക്കും നമ്മുടെ ഫേസും തലേനൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണിലേക്കും അല്ല നമ്മുടെ ദേഹത്തേക്കൊക്കെ ഈ സ്പാർക്ക് തെറിച്ച് വീഴാനും നമുക്ക് പരിക്കുകൾ പറ്റാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേഫ്റ്റി ഡിവൈസുകൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നോക്കാം. The following safety apparels and accessories are used to protect the welder and other person working near the welding areas from the above mentioned hazard. ഇനി പറയാൻ പോകുന്നത് കുറച്ച് സേഫ്റ്റി ഡിവൈസസിനെ കുറിച്ചിട്ടും സേഫ്റ്റി ആക്സസറീസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹസാർഡ്, അതായത് ഈ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുന്ന സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരുപാട് സേഫ്റ്റി ഡിവൈസുകൾ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വെൽഡിങ്ങിൻ്റെ ഡ്രസ്സ്, ഏപ്രൺ പോലെയുള്ള ഇതൊരു വെൽഡിങ് ഡ്രസ്സാണ്, മൊത്തമായിട്ട് വരുന്നതാണ്. നമ്മളെ സ്പാറ്ററൊക്കെ തെറിച്ച് നമ്മുടെ മേത്ത് വീഴുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വെൽഡിങ് ഫേസ് ഷീൽഡ്. ഈ ആർക്ക് വെൽഡിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അൾട്രാസോണിക്കും ഇൻഫ്രാറെഡ് രശ്മികൾ നമ്മുടെ കണ്ണിന് ദോഷകരമായി ബാധിക്കും.
അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് ഷീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കൈകളുടെ പ്രൊട്ടക്ഷന്, കയ്യിൽ ചൂട് പറ്റാതിരിക്കാനും ഷോക്ക് ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അത് ലെതർ കൊണ്ടാണ് ആ ഗ്ലൗസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൂട്ട് കാണാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഷോക്ക് അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ റെസ്പിറേറ്റർ ഉണ്ട്, അതുപോലെ ഇയർ പ്ലഗ്സ്, ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ഉണ്ട്. ഗോഗിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണിനെ, നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ഷീൽഡ് പോലെ തന്നെ നമ്മുടെ കണ്ണിനെ അൾട്രാവയലറ്റും ഇൻഫ്രാറെഡ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗോഗിൾസ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വെൽഡിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസുകളാണ്. ഒന്നുകൂടി പറയാം, വെൽഡിംഗ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, റെസ്പിറേറ്റർ ഉണ്ട്, ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ വെൽഡിംഗ് ഹെൽമെറ്റ്, ഗ്ലൗസ്, ഹാൻഡ് ഗ്ലൗസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇയർബഡ്സ് കൊടുത്തിട്ടുണ്ട്, ബൂട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗോഗിൾസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെൽഡിങ്ങിലെ വളരെയധികം പ്രധാനപ്പെട്ട സേഫ്റ്റി ഡിവൈസുകളാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സേഫ്റ്റി അപ്പാരൽസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് വർക്ക്ഷോപ്പ് എന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ലെതർ ആപ്രോൺ ആണ്, ലെതർ ആപ്രോൺ. രണ്ടാമത് പറയുന്നത് ലെതർ ഗ്ലൗസ് ആണ്. മൂന്നാമത് പറയുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ ആണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ. ഇനിയുണ്ട് ഒരുപാട് സേഫ്റ്റി ഡിവൈസുകൾ. ഹാൻഡ് സ്ക്രീന്, അഡ്ജസ്റ്റബിൾ ഹെൽമെറ്റ്, ചിപ്പിംഗ് ഓർ ഗ്രൈൻഡിങ് ഗോഗിൾസ്, അതുപോലെ ലാസ്റ്റ് റെസ്പിറേറ്റർ ആൻഡ് എക്സോസ്റ്റ് ഡക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഇതൊക്കെയാണ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന സേഫ്റ്റി അപ്പാരൽസ്: ലെതർ ആപ്രോൺ, ലെതർ ഗ്ലൗസ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂ, ഹാൻഡ് സ്ക്രീന്, അഡ്ജസ്റ്റബിൾ ഹെൽമെറ്റ്, ചിപ്പിംഗ് ഓർ ഗ്രൈൻഡിംഗ് ഗോഗിൾസ്, റെസ്പിറേറ്റർ ആൻഡ് എക്സോസ്റ്റ് ഡക്റ്റിംഗ്. ഇതൊക്കെയാണ് എന്ത് വെൽഡിങ്ങിൽ ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട സേഫ്റ്റി ഡിവൈസുകൾ. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ലെതർ ആപ്രൺ എന്നുള്ള ഡിവൈസിനെ കുറിച്ചാണ്, ആ സേഫ്റ്റി ഡിവൈസിനെ കുറിച്ചാണ്. ലെതർ ആപ്രൺ. ദ ലെതർ ആപ്രൺ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ബോഡി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്താ പറയുന്നത്? ഈ ലെതർ ആപ്രൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെതർ ആപ്രോൺ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെതർ ഏപ്രൺ ധരിക്കുന്നത്. എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? ഫ്രം ദ ഹീറ്റ് ആൻഡ് റേഡിയേഷൻ. ചൂടിൽ നിന്നും റേഡിയേഷനിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ലെതർ ഏപ്രൺ ഉപയോഗിക്കുന്നത്. ആൻഡ് ഹോട്ട് സ്പാറ്റേഴ്സ്. നമ്മുടെ ശരീരത്തിലേക്ക് വെൽഡിങ് നടക്കുമ്പോൾ വരുന്ന സ്പാറ്റേഴ്സ്, തെറിച്ച് വീഴുന്ന സ്പാറ്റേഴ്സിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ലെതർ ഏപ്രൺ ഉപയോഗിക്കുന്നത്. ഫ്രം ദ ആർക്ക് ആൻഡ് ആൾസോ ഫ്രം ദ ഹോട്ട് സ്ലാഗ് പാർട്ടിക്കിൾസ് ഫ്ലൈയിങ് ഫ്രം ദ വെൽഡ് ജോയിൻറ്റ്. അതുപോലെ തന്നെ വെൽഡിങ് നടക്കുന്ന അവസരത്തിൽ ഈ ചൂടായിട്ടുള്ള മെറ്റൽ തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ പരിക്ക് പറ്റുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെതറിൻ്റെ ഏപ്രൺ നമ്മൾ ധരിക്കുന്നത്. ഓക്കെ, നോക്കാം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലെതർ ഏപ്രൺ ഷുഡ് നോട്ട് ബി ലൂസ് വൈൽ വിയറിംഗ് ദെം ആൻഡ് ദ സൂട്ടബിൾ സൈസ് ആസ് ടു ബി സെലക്റ്റഡ് ബൈ ദ വെൽഡർ. ബിൽഡർ എന്നല്ല ഇവിടെ വരുന്നത്, വെൽഡർ എന്നാണ് കേട്ടോ, ബിൽഡർ അല്ല. എന്താണ് പറയുന്നത്? ലെതർ ഏപ്രൺ ഷുഡ് നോട്ട് ബി ലൂസ്. ലെതർ ഏപ്രൺ എന്ന് പറയുന്നത് ഒരിക്കലും ലൂസായി കിടക്കാൻ പാടില്ല. അത് നമ്മുടെ ശരീരത്തിൽ എന്തായിരിക്കണം? ടൈറ്റായിട്ട് കിടക്കണം. ഒരുപാട് ലൂസായിട്ട് അയഞ്ഞ് കിടക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എന്ത് വേണം? ടൈറ്റായിട്ട് വേണം. വിയറിംഗ് ദെം ആൻഡ് ദ സൂട്ടബിൾ സൈസ് ആസ് ടു ബി സെലക്റ്റഡ് ദ വെൽഡർ. ഓരോ വെൽഡ് ചെയ്യുന്ന ആൾക്കാരുടെയും സൈസിനനുസരിച്ചിട്ടുള്ള ലെതർ ഏപ്രൺ വേണം എന്ത് ചെയ്യാൻ, അവർ ധരിക്കാൻ. ഒരുപാട് ലൂസായിട്ടുള്ള ഏപ്രൺസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. നോക്കുക, ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ലെതർ ആപ്രൺ ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലെതറിൽ ബാക്കിൽ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്ട്രാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബാക്കിൽ കെട്ടാൻ പറ്റും. അപ്പോൾ ഈ ലെതർ ആപ്രൺ നല്ല ടൈറ്റായിട്ട് നിൽക്കും. നമ്മുടെ തോളിലൂടെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ്, കഴുത്തിലൂടെ ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു പോർഷനും ഈ ഒരു ഭാഗമാണ് ബാക്കിൽ നമ്മൾ കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ടൈറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഗോഗിൾസും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് പോക്കറ്റ്സ് ഈ ലെതർ ആപ്രണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഒറിജിനൽ ലെതർ ആപ്രൺ. വെൽഡിങ്ങിലെ ആൾക്കാർ വെൽഡ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസാണ് ലെതർ ആപ്രൺ. ലെതർ ആപ്രണിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നോക്കുക, ഈ ലെതർ ആപ്രൺ ഇപ്പോൾ സ്ലൈഡിൽ കാണുന്ന ഈ ചിത്രമാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ലെതർ ആപ്രൺ എന്നുള്ള നോട്ട് എഴുതുമ്പോൾ വരയ്ക്കേണ്ട ചിത്രം.
ലെതർ ആപ്രൻ്റെ നോട്ട് എഴുതുമ്പോൾ വരയ്ക്കേണ്ട ചിത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇത് ടൈറ്റായിട്ട് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഭാഗമാണ് ഒന്ന് ഇതും ഇത് രണ്ടും ബാക്കിലേക്ക് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടുക ചെയ്യുക. ഇതാണ് നമ്മുടെ കഴുത്തിലൂടെ ഇടുന്നതിനുള്ള ഭാഗമാണ് ഈ മേലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2-3 പോക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ചിത്രത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35.5 ആണ്. അതുപോലെ വിഡ്ത്ത് 27.5 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിലെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ ഓരോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തും ആ വെൽഡർ ചെയ്യുന്ന ആളുടെ സൈസിനും ശരീരത്തിനനുസരിച്ചാണ് നമ്മൾ ലെതറിൻ്റെ ഏപ്രോൺ എല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാർട്ടൂൺ കാണാൻ പറ്റും. ഈ ഒരു വ്യക്തി ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന വ്യക്തി ആർക്ക് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ആർക്ക് വെൽഡിംഗ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ലെതർ ആപ്രൺ ആണ്. അദ്ദേഹം ലെതറിൻ്റെ ആപ്രൺ ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഫേസ് ഷീൽഡ്, അദ്ദേഹത്തിൻ്റെ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫേസ് ഷീൽഡ് ധരിച്ചിട്ടുണ്ട്. കയ്യിലേക്ക് സ്പാറ്റർ, ഈ ഒരു യെല്ലോ കളറിൽ തെറിക്കുന്നതാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. ഈ വെൽഡിംഗ് സ്പാറ്റർ തെറിച്ച് വീഴുന്നതിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലെതർ ആപ്രൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കയ്യിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഈ ഹാൻഡ് ഗ്ലൗസ്, ലെതറിൻ്റെ തന്നെ ആയിട്ടുള്ള ഹാൻഡ് ഗ്ലൗസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബൂട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ഷോക്കിൽ നിന്നും അതുപോലെ തന്നെ കാലിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ബൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഈ വെൽഡ് നടക്കുന്ന അവസരത്തിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമായിരിക്കും. ഈ ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിവൈസുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ആർക്ക് നടക്കുന്ന ഏരിയയിൽ വരുന്ന രശ്മികൾ, ഇൻഫ്രാറെഡ് രശ്മികളായാലും അൾട്രാവയലറ്റ് രശ്മികളായും നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഒരുപാട് അസുഖങ്ങൾ വരാനും കണ്ണിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യതയല്ല, എന്തായാലും ഉണ്ടാകാനുള്ള ഇടയാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സേഫ്റ്റി ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോഗിൾസും ഹാൻഡ് സ്ക്രീനും ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. താങ്ക് യു.